പ്രൈസല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആമേൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം തൻ്റെ വാതിലുകളെ തുറന്ന്, കിളിവാതിലുകളെ തുറന്ന്, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് നമ്മുടെ മേൽ, നമ്മുടെ സ്ഥലം പോരാതെ വരികോളം ആമേൻ നമ്മുടെ മേൽ അനുഗ്രഹം പകരുന്ന കർത്താവാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എഴുതിയ വേദഭാഗം മലാഖയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന് കിളിവാ തുറന്ന് സ്ഥലം പോരാതെ വരികോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. ഇവിടെ മലാഖി പുസ്തകത്തിൽ കർത്താവ് പറയുകയാണ്, തൻ്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ. എൻ്റെ കയ്യിലല്ലേ സകല സമ്പത്തുമുള്ളത്. ഞാൻ തുറന്നാൽ ആർക്ക് അടയ്ക്കുവാൻ കഴിയും? ഞാൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന് കിളിവാത് തുറന്ന സ്ഥലം പോരാതെ വരികയോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ നമ്മൾ കുറച്ചുകൂടെ മുൻപോട്ട് വായിക്കുമ്പോൾ 7-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവേ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ കാലം മുഴുവൻ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്ത് എൻ്റെ ചട്ടങ്ങൾ, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ നിങ്ങൾ തെറ്റി നടക്കുകയാണ്. നിങ്ങൾ എന്നോട് എന്നാൽ നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ ഏതിൽ എന്ത് ചെയ്യുക മടങ്ങി വരണം എന്ത് ചെയ്യുക അവർ ചോദിക്കുകയാണ്. അവരിവിടെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക മടങ്ങി വരണം. അതെന്ന് ചോദിക്കുക, നിങ്ങൾ ഏതിലാണ് മടങ്ങി വരുന്നത്? മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? എന്നാൽ എന്ത് ചെയ്യുക, പക്ഷെ ദൈവത്തെ മനുഷ്യനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതിലാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ ദശാംശത്തിലും വഴിപാടിലും. നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ എന്ത് ചെയ്യുക എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്ഥാപക. നിങ്ങൾ കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം തരിക്കുന്ന നന്മകൾ നിങ്ങൾ ദൈവത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശാപമാണെന്ന്. നിങ്ങൾ ഈ ജാതി മുഴുവൻ തോൽപ്പിക്കുകയാണ്. എൻ്റെ ആലയ ആഹാരം ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ എൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുകയും ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന് കിളിവാത തുറന്ന് സ്ഥലം പോരാതെ വരിക്കോളം നിങ്ങളെ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഗ്രഹം ജീവിതത്തിൽ വേണമോ? നിങ്ങൾക്ക് നന്മ വേണമോ? നിങ്ങളുടെ അല്ലെങ്കിൽ ഭവനത്തിൽ അല്ലെ മാവ് തീരാതെയും എണ്ണ തീരാതെയും ഇരിക്കണമോ? നിങ്ങളുടെ ചുറ്റും സന്തോഷങ്ങളും സമാധാനങ്ങളും വേണമോ? അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ നന്മയിൽ നിങ്ങളുടെ അവകാശം ചെയ്യുക. ദൈവം നൽകിയതാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ ദൈവമാണ്. ആ നൽകിയ നന്മ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ പറയാണ്, നിങ്ങൾക്ക് ഞാൻ ആകാശത്തിൽ തുറക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അനുഗ്രഹം പകരണമെങ്കിൽ, നിങ്ങൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതിരിക്കണമെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ മറ്റൊന്ന് കുഞ്ഞു പോകാതിരിക്കണമെങ്കിലും, സമ്പത്തിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും നിങ്ങൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങൾ നന്മ തീർന്നു പോകാതിരിക്കണം. എന്ത് ചെയ്യുക? നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? ആഹാരമുണ്ടാക്കേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ നന്മകളെ കൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ പറമ്പിലെ മുന്തിരി വള്ളിയുടെ ഫലം മൂക്കാതെ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് സൈന്യങ്ങളെ അള്ളിച്ചെന്നു. നമുക്ക് വ്യക്തികളെ ശാസിക്കും. നന്മ ഉണ്ടാകുമ്പോൾ അനുഭവിക്കാൻ കഴിയാതെ നിങ്ങളുടെ നന്മകളെ കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടുന്ന ദൈവത്തിന്റെ സന്നിധി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കടം ഉണ്ടാകത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് ഉള്ള നന്മ ഇന്ന് ദൈവത്തിന് കൊടുക്കാനാണ് നമുക്ക് എന്ത് ചെയ്യാൻ നന്മയില്ലാത്തത്. പക്ഷെ നമുക്ക് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് നന്മയുണ്ട്, പക്ഷെ ദൈവത്തിന് കൊടുക്കാൻ എന്ത് ചെയ്യുക നന്മയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്മകളെ കൊടുക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിലും
നിങ്ങൾ തകർച്ചയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും നിങ്ങളെ കർത്താവ് ഒരു നാളും കൈവിടുകയില്ല കേട്ടോ. അപ്പം ദൈവത്തിൻ്റെ സന്നദ്ധയില ഹല്ലേലൂയ ഓഹരി കൊടുക്കുന്ന ദശാംശം കൊടുക്കുന്നവരെ എന്ത് ചെയ്തില്ല, ദൈവം ഒരു നാളും കൈവിടുകയില്ല. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ സന്നദ്ധിയിൽ ആഹാരം ഉണ്ടാക്കിയതിന് നിങ്ങളുടെ കയ്യിൽ നന്മയെന്ന് കൊടുത്തു നോക്കുക. നിനക്ക് അനുഗ്രഹം ഉണ്ടാകും, നിനക്ക് നന്മ ഉണ്ടാകുമെന്നാണ് തിരുവചനം സംസാരിക്കുന്നത്. നോക്കുക, ബൈബിളിൽ നമുക്ക് കാണാൻ ആരാധനയെ പിന്തുണയ്ക്കുന്ന പുരാതന കാലത്ത് ഇസ്രായേൽ അവരുടെ വാർഷിക വരുമാനം 11% എന്തിയ ദശാംശം യഹോവയ്ക്കായി കൊടുക്കണമെന്ന് കൽപ്പിച്ചിരുന്നു. എല്ലാ വർഷവും അവരെന്ത് ചെയ്യുക, ഈ ദശാംശം 10 കൊടുക്കണം. അത് ദൈവത്തിൻ്റെ നിയമമായിരുന്നു. അടുത്ത പുസ്തകം 14 22 വാക്യത്തിലുണ്ടത്. ദശാംശം കൊടുക്കാനുള്ള കൽപ്പന മോശയുടെ നിയമത്തിന്റെ ഭാഗമായിരുന്നു. പുരാതനമായ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു, അത് കൊടുത്തിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുക ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 9 7 വാക്യം ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കട്ടെ, മനസ്സോടെ നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആരെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സ് പോലെ നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് മോശ, അതായത് നമുക്കറിയാം അബ്രഹാം 14 18 വാക്യം നോക്കുമ്പോഴോ എബ്രായ ലേഖനം 7 4 നോക്കുമ്പോഴോ ശാലമിലെ രാജാവായ പുരോഹിതനുമായ മൽക്കീസദേക്കിന് അബ്രഹാം ഒരിക്കൽ ദശാംശം നൽകിയതായും പറയുന്നുണ്ട്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മൽക്കീസദേക്കിന് ഹല്ലേലൂയ കൊടുത്തിരുന്നു. ദശാംശം കൊടുത്ത രണ്ടാമത്തെ വ്യക്തി അബ്രഹാമിന്റെ മകനായ യാക്കോബാണ്. ദൈവം തന്നെ അനുഗ്രഹിച്ച് തനിക്ക് ലഭിക്കുന്ന എല്ലാത്തിൻ്റെയും 10% ദൈവത്തിന് കൊടുക്കുമെന്ന് യാക്കോബ് എന്ത് ചെയ്തു വാക്ക് കൊടുക്കുന്നു. 22 22 വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കുക, നാൾതോറും ദശാംശം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിൽ. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ജനം എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ട് നന്മ കൊടുത്തില്ല. അതിന് ശേഷം എന്ത് ചെയ്തു, അവർ ക്ഷാമം അനുഭവിച്ചു. നോക്കുക, ഈ ഇസ്രായേൽ ജനതി അവർക്ക് ഒന്നിനും കുറവുണ്ടാകിയിരിക്കില്ലെന്ന് ദൈവം അവർക്ക് ഉറപ്പ് കൊടുത്തു. മലാക്കി 3:10 നമ്മൾ വായിച്ചത്. പക്ഷെ എന്നാൽ ദശാംശം കൊടുക്കുവാൻ മനുഷ്യൻ മടി കാണിച്ചപ്പോൾ അവർ ദുരിതം അനുഭവിച്ചു. അവർക്കാണ് ആരാധനക്കാരെ സഹായിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ലേവർക്കും പുരോഹിതന്മാർക്കും പുറത്തു പോയി ജോലി ചെയ്യേണ്ടി വന്നു. അത് നിമിത്തം എന്ത് ചെയ്തു, അവരുടെ ഹല്ലേലൂയ ഈ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ദൈവം ഇവിടെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ദശാംശമല്ല ഓഹരി കൊടുക്കണം. പുതിയ നിയമത്തിൽ പറയുന്നത് നിങ്ങളുടെ സകലത്തിൽ എന്ത് ചെയ്യാം, ഓഹരി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന് നന്മ കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ദൈവത്തിന് കൊടുത്താലാണ് എന്ത് ചെയ്യുക, നമ്മുടെ മലാക്കി പുസ്തകം വായിച്ചതുപോലെ നിങ്ങൾ ഒന്നിലും കുറയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ ഒന്നിലും ഭാരപ്പെട്ടു പോകാനോ നിരാശപ്പെട്ടു പോകുവാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്യുക, ഞങ്ങൾ കുറഞ്ഞു പോയെന്ന് എന്ത് ചെയ്യുക, ദൈവം പറയത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആകാശ കിളിവാത് തുറക്കും എന്ന് പറയുന്നത്. നമുക്കറിയാം, ആകാശത്തെ കിളിവാത് തുറന്നാൽ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആകാശം ഉയരത്തിൽ വരുന്ന നന്മ എന്ത് ചെയ്യത്തില്ല, ആരും മുടക്കിക്കളയാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന് എന്ത് ചെയ്യാം, ദൈവമാണ് തുറക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ നന്മകളെ ശത്രു അപഹരിച്ചു കൊണ്ടുപോകുക കർത്താവ് അനുവദിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്നു. നമുക്കറിയാം ഏലിയാവ് ഒരു സ്ത്രീയുടെ അടുത്ത് പോയി. അവിടെ എന്ത് ചെയ്യും, അവള് കടക്കാരവളെ വന്നതുകൊണ്ട് അവിടെ കുഞ്ഞുമൊക്കെയെന്ന് മരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഏലിയാവ് പറഞ്ഞു, എന്ത് ചെയ്തു, ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിക്കൊണ്ടുണ്ട്, നീ എന്ത് ചെയ്യാം, നിനക്കുള്ള ബാക്കി നീ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും, അവൾ മരിക്കാൻ പോവുകയാണ്. പക്ഷെ എന്നാൽ കുറഞ്ഞു പോയില്ല എന്ന് തിരുവചന അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കുക, നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട നന്മകൾ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ദൈവത്തിന് അവകാശപ്പെട്ട നന്മ നിങ്ങളെ പിടിച്ചു വെക്കരുത്. നമുക്കറിയാം, അങ്ങനെ ഒരു വ്യക്തി അപ്പോസ്തലപ്രവൃത്തിയിൽ സഫീറയും അനന്യാസും ദൈവത്തിന് കൊടുക്കേണ്ട നന്മകൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം ഒരു നന്മ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്മ കൊടുക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ വേറെ ഒന്നും ഓടണ്ട. ദൈവനാമത്തിന് വേണ്ടി നിങ്ങളുടെ കരങ്ങളെ നീട്ടിയാൽ മതി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ നന്മകൾ അനുഗ്രഹിക്കും. ഒരിക്കലും മറ്റൊരു മുമ്പിലും കരം നീട്ടുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തില്ല.